എൻ്റെ മമ്മിയും പപ്പായും രണ്ട് നല്ല വ്യക്തികളാണ്. ഞാനിത് പറയാൻ കാരണം എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങളുടെ വീട്ടിൽ ആളുകളാണ്, അതായത് മമ്മിയുടെയും പപ്പായുടെയും ഫാമിലിയിൽപ്പെട്ട ആളുകൾ ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കും. വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഗസ്റ്റായിട്ടല്ല കേട്ടോ, ആഴ്ചകൾ, മാസങ്ങൾ, ചിലർ വർഷങ്ങൾ, ചിലർ ഞങ്ങൾ അമേരിക്കയ്ക്ക് വരുന്ന അന്ന് വരെയും. അപ്പം മമ്മിയാണ് അവർക്ക് വെച്ചുണ്ടാക്കി കൊടുത്ത് അവരുടെ തുണി കഴുകി അവരെ നോക്കിയിരുന്നത്. ഇത് പറയുമ്പോൾ ഞങ്ങൾ വലിയ പണക്കാരായിട്ടൊന്നുമല്ല, ഞങ്ങളുടെ ഇല്ലായ്മയിലും ഞങ്ങളുടെ കൂടെ ഒരുപാട് പേര് വന്ന് നിന്നിട്ടുണ്ട്. ഇപ്പം അമേരിക്ക വന്നതിന് ശേഷമാണെങ്കിലും അതെ, എപ്പോൾ ആരെങ്കിലും വീട്ടിൽ വന്നാൽ മമ്മി അവരെ ഊട്ടി ഉറക്കിയിട്ടേ വിടാറുള്ളൂ. അങ്ങനെയാണ് എൻ്റെ മമ്മി. പക്ഷേ ഇവരെല്ലാവരും മമ്മിയോടും പപ്പായോടും തിരിച്ച് സ്നേഹത്തിലാണോ ഇപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ചിലരൊക്കെ ആജന്മ ശത്രുക്കളുമായിട്ടുണ്ട്. ഞാൻ പപ്പായോടും മമ്മിയോടും ഇപ്പോൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ 4 പേരടങ്ങുന്ന ആ കുടുംബത്തിൽ നമ്മൾ മറ്റുള്ളവരെ കയറ്റി നമ്മളുടെ ആ ബോണ്ടിനെ തകർത്തതെന്ന് ചോദിക്കുമ്പം അവർ പറയും, നമ്മളാൽ കഴിയുന്ന സഹായം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം, തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ ചെയ്യണത്, അവർക്കുള്ള കർമ്മഫലം അവർക്ക് കിട്ടിക്കോളും എന്നൊക്കെ. പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു തരത്തിൽ ചിന്തിക്കുന്ന ആളല്ല കേട്ടോ. എൻ്റെ പോളിസി സ്നേഹമാണെങ്കിലും പണമാണെങ്കിലും സഹതാപമാണെങ്കിലും അളന്നേ ആറ്റിൽ കളയാവൂ. നമുക്കൊരിക്കലും ആത്മാർത്ഥ സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. നമുക്ക് നഷ്ടപ്പെടുന്നത് മാനിപ്പുലേറ്റേഴ്സ്, ടോക്സിക് പീപ്പിൾ, നമ്മളെ ഉപയോഗിച്ചതിന് ശേഷം അവർക്ക് മതിയെന്ന് തോന്നുന്ന ആൾക്കാരാണ് നമ്മളെ ഇട്ടിട്ട് പോകുന്നത്. ഈ പോയവർക്കെല്ലാം അവരുടേതായ ന്യായീകരണങ്ങളും ഉണ്ട്. ഈ ഗണത്തിൽപ്പെട്ട പലരും ഇനി നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ കാണാൻ വരും. അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, നമ്മൾ മരിച്ചു എന്ന് ഉറപ്പുവരുത്താനാണ്. ഇങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾ വളർന്നു വന്ന കുടുംബ സാഹചര്യത്തിൽ മാത്രമല്ല, കല്യാണം കഴിഞ്ഞു എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്. ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കൂട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ നഷ്ടപ്പെടും. പക്ഷേ അതെന്തുകൊണ്ടാണ്? അവർക്ക് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മമ്മിയും പപ്പായും പോലെയല്ല, അവർ നല്ലവരാണ്, പക്ഷെ ഞാൻ അത്രയ്ക്ക് നല്ലവളല്ല. അപ്പം മറക്കണ്ട, ആറ്റിക്കളഞ്ഞാലും അളന്ന് കളഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. താങ്ക്സ് ഫോർ വാച്ചിങ്.